നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഉടനീളമുള്ള 1 കോടി വീടുകളിൽ കേന്ദ്ര സോളാർ പാനൽ സ്ഥാപിക്കും. സർക്കാരിന്റെ പ്രധാനമന്ത്രി സൂര്യോദയ യോജനയുടെ ഭാഗമായാണ് പദ്ധതി. അടുത്തിടെ അത് സംബന്ധിച്ച ഒരു യോഗത്തിൽ മോദി അധ്യക്ഷത വഹിച്ചിരുന്നു. വീടുകളിൽ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന സോളാർ പാനലുകൾ അവലോകനം ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും അദ്ദേഹം എക്സിൽ പങ്കിട്ടിരുന്നു. ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങളും എപ്പോഴും സൂര്യവംശിയായ ശ്രീരാമന്റെ പ്രകാശത്തിൽ നിന്ന് ഊർജം നേടുന്നു. ഇന്ന് അയോധ്യയിലെ അഭിഷേകത്തിന്റെ ശുഭകരമായ അവസരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ സോളാർ മേൽക്കൂര സംവിധാനം വേണമെന്ന എന്റെ പ്രമേയം കൂടുതൽ ശക്തിപ്പെടുന്നു എന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത്. 1 കോടി വീടുകളിൽ സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സർക്കാർ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ആരംഭിക്കുമെന്നാണ് അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞാനെടുത്ത ആദ്യ തീരുമാനമെന്നാണ് മോദി പറഞ്ഞത്. ഈ നടപടി പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബില്ല് കുറയ്ക്കുക മാത്രമല്ല, ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മഹാ അഭിഷേക ചടങ്ങിന് പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി എത്തിയ മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം നടന്നത്. രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ പുതിയ ഒരു യുഗത്തിന്റെ ആവിർഭാവത്തെ അടയാളപ്പെടുത്തിയെന്ന ചടങ്ങുകൾ അവസാനിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. രാമൻ അഗ്നിയല്ല, ഊർജമാണ്. രാമൻ തർക്കമല്ല, പരിഹാരമാണ്. രാമൻ നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടെയുമാണ്. രാമക്ഷേത്രം സമാധാനത്തിന്റെ പ്രതീകം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം അയോധ്യയിലെ ആയിരക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ രാംലല്ല ഇവിടെ എത്തിച്ചേർന്നു. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്ന 4 വർഷത്തിന് ശേഷം രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ആത്മീയ അനുഭവത്തിൽ നിന്ന് താൻ ഇപ്പോഴും വിറയ്ക്കുകയാണ്. രാമൻ ഒരു തർക്കവുമല്ല, ഒരു പരിഹാരമാണെന്നും ശ്രീരാമൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമ മന്ദിർ ബാർബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രധാന വിധിയെ പരാമർശിച്ച് ഇന്ത്യൻ ജുഡീഷ്യൽ നീതി ഉറപ്പാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീരാമന്റെ അസ്തിത്വത്തെ ചൊല്ലിയുള്ള നിയമയുദ്ധം ദശാബ്ദങ്ങളോളം നീണ്ടുനിന്നു. നീതി നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജുഡീഷ്യറിയോട് ഞാൻ നന്ദി പറയുന്നുവെന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്തായാലും അദ്ദേഹം അതിനുശേഷം നടന്ന ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി ഇന്ത്യയിലെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഇടത്തരക്കാരുടെ വീടുകളിലേക്ക് സോളാർ പാനൽ വരുന്നു, അതും സൗജന്യമായി വരുന്നു എന്നടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ ഇരുകൈയും നീട്ടി തന്നെയാണ് ജനം സ്വീകരിക്കുന്നത്.